ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ? റാഗിയും ഉഴുന്നും കൂടെ ചേർത്ത് ഒരു ദോശ. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണല്ലോ റാഗി. നമുക്കറിയാം അതിൽ ഒത്തിരി വൈറ്റമിൻസുകൾ അടങ്ങിയിട്ടുള്ളതാണ് റാഗി. തലേദിവസം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം ദേ ഇതുപോലെ വെള്ളം വാർന്നെടുത്ത് ഒരു പാത്രത്തിലിട്ട് വെച്ചാൽ മതിയാകും. ഇങ്ങനെ അങ്ങ് വെച്ചിരുന്നാൽ മുളച്ച് വന്നുകൊണ്ടിരിക്കും. ചെറിയൊരു ഈർപ്പം ഇതിലുണ്ടായാൽ മാത്രം മതി. ഒരു ദിവസം ആയപ്പോഴേക്കും റാഗി കണ്ടോ നല്ലതായിട്ട് മുളച്ച് വന്നിട്ടുണ്ട്. റാഗി ഇതേപോലെ മുളച്ച് വന്ന ശേഷമാണ് ഉഴുന്ന് ഞാൻ കുതിരാനിടുന്നത്. 1 കപ്പ് ഉഴുന്നും കൂടെ വെള്ളത്തിലിടാം. 1 കപ്പ് റാഗിയും 1 കപ്പ് ഉഴുന്നും കൂടാണ് ഞാൻ ഇതിനെടുക്കുന്നത്. നമുക്കൊന്ന് നന്നായിട്ട് കഴുകി ഒന്ന് കുതിരാനായിട്ട് വയ്ക്കാം. ഒരു 4 മണിക്കൂർ മതിയാകും ഉഴുന്ന് ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട്. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. റാഗി 1, 2 പ്രാവശ്യം ഒന്ന് കഴുകിയ ശേഷം ഇതുപോലെ ഒന്നിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കണം. നന്നായിട്ടെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉപ്പൊന്നും ഞാൻ ചേർത്ത് വയ്ക്കുന്നില്ല. അതൊക്കെ രാവിലെ ചേർക്കുന്നുള്ളൂ. സാധാരണ നമ്മൾ അരി ഉഴുന്നും അരയ്ക്കുന്നത് പോലെ നേരത്തെ അരച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ പുളിച്ച് കിട്ടും. അതുകൊണ്ട് നേരത്തെ നമ്മൾ അരയ്ക്കുവാണെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിന്നെ കിടക്കുന്നതിന് കുറച്ച് മുമ്പ് എടുത്ത് വെളിയിൽ വെച്ചാൽ മതിയാകും. രാവിലെ ഒരു 6:45 സമയമായിട്ടുണ്ട്. മാവ് നന്നായിട്ട് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉപ്പുനീരാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി എടുക്കാം. ഇത് നമുക്കിനി ഒട്ടും വെച്ചേക്കണ്ട, കാരണം പെട്ടെന്ന് തന്നെ ഇത് പുളിക്കും. സാധാരണ അരി ഉഴുന്നും നമ്മൾ അരച്ച് വെക്കുന്നതിലും പെട്ടെന്നാണ് ഇത് പുളിക്കുന്നത്. തവയൊക്കെ നന്നായിട്ട് ചൂടായി കിടക്കുന്നതിലേക്ക് നമുക്ക് ദോശമാവ് കോരി ഒഴിച്ച് പരത്തി എടുക്കാം നന്നായിട്ട്. ഇതിലേക്ക് നെയ്യോ നല്ലെണ്ണയോ നമുക്ക് ഒന്ന് തൂക്കി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ റാഗി പൊടിയാണെങ്കിലും ഉഴുന്ന് ഇതേപോലെ നമ്മൾ അരച്ചിട്ട് റാഗി പൊടി നമുക്ക് ഇതുപോലെ ഇട്ട് കലക്കി വെച്ചാണെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ മുളച്ച റാഗി ആണെങ്കിൽ കൂടുതൽ ഗുണമുണ്ടാകും നമ്മൾ ആ രീതിയിൽ ചെയ്താൽ. നല്ല മൊരിഞ്ഞ് നല്ല ചൂടോട് കൂടി കഴിച്ചാൽ എന്താ ടേസ്റ്റ്. ഡയബറ്റിക് ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു ഹെൽത്തി ദോശയാണ്. റാഗിയിൽ ധാരാളം ഫൈബർ ഉണ്ടല്ലോ. അതുപോലെ തന്നെ കാൽഷ്യം, സിങ്ക്, അയൺ തുടങ്ങിയ വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. എല്ലിനും പല്ലിനും മുടിക്കും ഒക്കെ ഒരേപോലെ നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മണിച്ചോളം, ചാമ അങ്ങനെയൊക്കെയുള്ള മില്ലറ്റ്സുകളുണ്ടല്ലോ. അത് ഇതേപോലെ കുതിർത്ത ഉഴുന്നും കൂടെ ചേർത്ത് നല്ല ദോശ ഉണ്ടാക്കാം. ഞാൻ മണിച്ചോളം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും വളരെ നല്ലതാണ്. നമ്മൾക്ക് അരി ഒഴിവാക്കിയിട്ട് ഇതേപോലെ ഉള്ള ഹെൽത്തി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാമല്ലോ. സാധാരണ പോലെ റാഗി കഴിക്കുന്നതിലും മുളപ്പിച്ച റാഗിക്ക് വൈറ്റമിൻസ് വളരെ വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മുളപ്പിച്ച റാഗി ഉണക്കി പൊടിച്ച് നമുക്ക് വാങ്ങുവാനും കിട്ടും. ദോശയെല്ലാം ഞാൻ ചുട്ട് കഴിഞ്ഞു. ഒരു ചമ്മന്തി ഉണ്ടാക്കി. ഉള്ളിയും തക്കാളിയും കുറച്ച് തേങ്ങയും കൂടെ ചേർത്തൊരു ചമ്മന്തി. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ടും ലൈക്കും തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.